and welcome back. So we will continue from the last where we stopped. That is, we discussed this is the equation which last we considered. That is f dash of x0. F dash of x0 is a slope. F dash of x0 is means f of x0 divided by x0 minus x1. This is f of x0. This is x0 minus x1. So it is a slope. Slope is tangent. And then you cross multiply these things. When you cross multiply these things, you get x0 equal to x1 equal to x0 minus f of x0 divided by f dash of x0 by x1 in one equation. If f of x1 is not equal to 0, f of x1 is not equal to 0, equation f of x1 not equal to 0 then x1 എന്ന് പറയുന്ന റൂട്ടായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. Now x2 ഇതാണ് x2 ആണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ x2 ഇക്വേഷൻ എന്ന് പറയുന്നതാണ് x2 ഈക്വൽ ടു x1 മൈനസ് f of x1 divided by f dash of x1. അതായിരിക്കും ഇക്വേഷൻ. In general we can say that this is the general equation. This is the general equation. That is xi plus 1 equal to xi minus f of xi divided by f dash of xi. അതായിരിക്കും ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. അതായത് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് വഴി നമ്മൾ ഒരു ഗിവൺ ഇക്വേഷൻ്റെ റൂട്ട് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പർട്ടിക്കുലർ റൂട്ട് കണ്ടെത്തുന്ന സക്സസീവ് മീൻസ് റെപ്പറ്റീഷൻ വഴിയാണ്. അതായത് ഡിഫറെൻ്റ് എക്സ് വാല്യൂസ് ട്രൈ ചെയ്താണ്. എങ്ങനെയാണ് ഈ ഡിഫറെൻ്റ് എക്സ് വാല്യൂസ് ട്രൈ ചെയ്യുന്നത്? ഫസ്റ്റ് യു ആർ ഗസിങ് എൻ എക്സ് വാല്യൂ ആൻഡ് ടേക്കിംഗ് ദ ഫൈൻഡിങ് ദ f of x of it, and at the point f of x you are drawing a slope, and the foot of that slope is taken as the next point. If that foot point x1 എന്ന് വിളിക്കുകയാണെങ്കിൽ f of x1 0 ആണെങ്കിൽ of course x1 is a root. f of x1 0 അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് വീണ്ടും തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം. ആ തുടർന്ന് പോകുന്നതിനുള്ള ഇക്വേഷനാണ് ഈ പറഞ്ഞ xi plus 1 equal to xi minus f of xi divided by f dash of xi. When and with f of xy എപ്പം 0 ആകുന്നോ അപ്പോൾ നമുക്ക് റൂട്ട് കിട്ടുകയും ചെയ്യും. ഇതിനെ ബേസ് ചെയ്തുള്ള ഒരു അൽഗോരിതമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു പ്രോഗ്രാമിൻ്റെ ലോജിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ന്യൂട്ടൺ-റാഫ്സൺസ് മെത്തേഡിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോബ്ലമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതായത് ഗിവൺ ഫംഗ്ഷൻ ഈസ് f of x equal to x square minus d. d is given as 25 and starting value of x, that is x0 എന്ന് പറയുന്ന ഗസ് വാല്യൂ, x is equal to 7 ഗസ് ചെയ്യാൻ. So this is a given equation f of x is equal to x square minus 25. Just what is f dash of x? അതായിരിക്കും സ്ലോപ്പ്. f dash of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 2x കിട്ടി. ദാറ്റ് ഈസ് അവർ ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് വഴി ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് xi plus 1 is equal to xi minus f of xi divided by f dash of xi ആണ്. അതിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഐറ്ററേഷൻ i is equal to 0, അപ്പോൾ x0 എന്ന് എടുക്കുന്നു. ദാറ്റ് മീൻസ് xi plus 1 x1 equal to xi x0 minus f of xi divided by f dash of xi f dash of x0. We have the values of f of x0. Now x1 x0 is equal to 7. x0യുടെ വാല്യൂ 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ x1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു. ഈ f of x0 കിട്ടുന്നതിന് വേണ്ടി
49 minus 25 എന്ന് കിട്ടിയിരിക്കുന്ന എഫ് ഓഫ് എക്സ് 0 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 7 ഇട്ട് കൊടുക്കുമ്പോൾ 49 minus 25 വാല്യൂയാണ് എഴുതിയിരിക്കുന്നത് 14. സോ ദ വാല്യൂ ഈസ് 5.287. അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന x1ൻ്റെ വാല്യൂ. മനസ്സിലായി? x1 മൈനസ് x0 ബൈ x1 കണ്ടുപിടിക്കുന്നത് 0.3242. അത് ഡിഫറെൻറ്റ് വാല്യൂസ്. ഐക്ക് ആദ്യം x0 7 കൊടുത്തു, പിന്നെ x0 x1 എന്ന് പറയുന്നത് 5.2 കൊടുക്കുന്നു. ഇവിടെ കിട്ടുന്ന x0, ഇവിടെ കിട്ടുന്ന x1 ഉണ്ടല്ലോ, ആ x1 ഇങ്ങോട്ട് കൊടുത്താണ് പിന്നീട് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫോർ i is equal to 3, ഈ പ്രോസസ്സിങ് റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഫോർ i is equal to 3 എന്ന് പറയുന്ന കേസ് എടുക്കുമ്പോൾ x3 എന്നത് 5 എന്ന് കിട്ടും. 5ന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് x3 0 ആണ്. എഫ് ഓഫ് x3 0 ആണ്. ഈ വാല്യൂ 0 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് x3 is the root of this equation. So the by Newton-Raphson method നമുക്ക് കിട്ടുന്ന x is equal to 5 is the root of the equation. മറ്റേത് സക്സസീവ് ബൈസെക്ഷൻ മെത്തേഡ് എടുത്തു കഴിഞ്ഞാലും മറ്റേത് മെത്തേഡ് കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് x is equal to 5 എന്നുള്ള റൂട്ടാണ്. ഇനി സക്സസീവ് ബൈസെക്ഷൻ മെത്തേഡിനെ അപേക്ഷിച്ച് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സക്സസീവ് ബൈസെക്ഷൻ മെത്തേഡ് അതിൻ്റെ റൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് വഴി ആ ഇക്വേഷൻ്റെ റൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. So this is all about the iterative methods. So രണ്ട് iterative methods ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, സക്സസീവ് ബൈസെക്ഷൻ മെത്തേഡ് ആൻഡ് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ്. സക്സസീവ് ബൈസെക്ഷൻ മെത്തേഡിൽ നമ്മൾ രണ്ട് എൻഡ് പോയിന്റുകൾ, എക്സിനെ രണ്ട് എൻഡ് പോയിന്റുകൾ കൺസിഡർ ചെയ്യുന്നു. ആ രണ്ട് എൻഡ് പോയിന്റുകൾക്കിടയിൽ ഒരു മിഡ് പോയിന്റ് ദെൻ ജനറേറ്റ് ചെയ്യുന്നു. ആ മിഡ് പോയിന്റിൽ എഫ് ഓഫ് എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ അത് റൂട്ടായി മാറുന്നു. ആ മിഡ് പോയിന്റിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ പുതിയ ഇന്റർവെൽ എടുക്കുന്നു. ആൻഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിലും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഇന്റർവെൽ എടുക്കുന്നു. അങ്ങനെ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വന്ന് എപ്പം നമ്മൾ റൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ആ സമയം വരെ ആ പ്രോസസ്സ് ഇങ്ങനെ ഐറ്ററേറ്റ് ചെയ്തെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് നമ്മൾ മിഡ് പോയിന്റിന് പകരം നമ്മളോട് ഫുഡ് പോയിന്റ് ആണ് എടുക്കുന്നത്, സ്ലോപ്പിൻ്റെ ഫുഡ് പോയിന്റ് ആണ് എടുക്കുന്നത്. അതായത് ആദ്യം x0 എന്ന് പറയുന്നൊരു വാല്യൂ നിങ്ങൾ ഗസ് ചെയ്യുന്നു. ആ x0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് 0യിൽ ഒരു സ്ലോപ്പ് വരയ്ക്കുന്നു. ആ സ്ലോപ്പിൻ്റെ ഫുഡ് പോയിന്റിനെ x1 എന്ന് വിളിക്കുന്നു. ആ x1 എഫ് ഓഫ് x1 0 ആണെങ്കിൽ ഓക്കെ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ റൂട്ട്. അത് 0 അല്ല എന്നുണ്ടെങ്കിൽ ആ എഫ് ഓഫ് x1ൻ്റെ സ്ലോപ്പ് എടുക്കുന്നു, അതിനെ എഫ് ഡാഷ് ഓഫ് x1 എന്ന് വിളിക്കുന്നു. ആ എഫ് ഡാഷ് ഓഫ് x1ൻ്റെ ഫുഡ് പോയിന്റ് x2 എന്ന് വിളിക്കുന്നു. ആ x2 ചെക്ക് ചെയ്യുന്നു. എഫ് ഓഫ് x2 0 ആണെങ്കിൽ ഓക്കെ it is a solution, otherwise the process will continue till converges to the root. ഇതാണ് ഐറ്ററേറ്റീവ് മെത്തേഡ് ആയ സക്സസീവ് ബൈസെക്ഷൻ മെത്തേഡിൽ ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകൾ. ഇതാക്കണം. ഓക്കെ, താങ്ക് യു.